ശബരിമലയിലെ ഏറ്റവും സവിശേഷമായ വഴിപാടുകളിൽ ഒന്നാണ് പടിപൂജ. ആധ്യാത്മികവും ആത്മീയവുമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന 18 പടികളെ പൂജിക്കുന്നതിനാലാണ് പൂജ ശ്രേഷ്ഠമാവുന്നത്. പതിനെട്ട് പടിയിലെ ഓരോ പടിയെയും പ്രത്യേകം പൂജിക്കുന്ന ദൈർഘ്യമേറിയ പൂജാവിധിയാണ് പടിപൂജ. കലശപൂജയ്ക്ക് ശേഷം ഓരോ പടിയിലും കുടികൊള്ളുന്ന വനദേവതമാരെ പ്രത്യേകം പൂജിച്ച് അഭിഷേകം ചെയ്ത് ദീപാരാധന നടത്തുകയാണ് ചടങ്ങ്. സന്നിധാനത്തിന് ചുറ്റുമുള്ള 18 മലകളിലെ വനദേവതമാരെയാണ് ഓരോ പടിയിലും അധിവസിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. പൊന്നമ്പലമേട്, ഗൗഡൻമല, നാഗമല, സുന്ദരമല, ചിറ്റമ്പലമല, ഖൽഗിമല, മാതങ്കമല, മയിലാടുംപേട്ട, ശ്രീപാദമല, ദേവർമല, നിലയ്ക്കൽമല, തലപ്പാറമല, പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല, കരിമല, നീലിമല, ശബരിമല എന്നിവയാണ് 18 മലകൾ. എന്നാൽ ഇതിനപ്പുറം 18 പടികൾക്ക് ആത്മീയമായ വ്യാഖ്യാനവുമുണ്ട്. ആദ്യത്തെ 5 പടികൾ കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം എന്നീ 5 ഇന്ദ്രിയാനുഭവങ്ങളെയും 6 മുതൽ 13 വരെയുള്ള 8 പടികൾ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അഹംഭാവം, അസൂയ എന്നീ 8 വൈകാരിക ഭാവങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. 14 മുതൽ 16 വരെയുള്ള 3 പടികൾ സത്ത്, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. 17-ാം തൃപ്പടി അവിദ്യയെയും 18-ാം തൃപ്പടി വിദ്യയെയും പ്രതിനിധാനം ചെയ്യുന്നു. വിദ്യ അടക്കമുള്ള ലൗകികമായ എല്ലാ ഭാവങ്ങളും കടന്ന് പരമമായ ബോധാവസ്ഥയിലേക്ക് എത്തുകയാണ് 18 പടികളും ചവിട്ടിക്കയറി സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർ. അതുകൊണ്ടാണ് 41 ദിവസത്തെ വ്രതനിഷ്ഠയ്ക്ക് ശേഷം ഇരുമുടിക്കെട്ടുമായി വരുന്നവർക്ക് മാത്രമായി 18-ാം പടി കടന്നുള്ള ദർശനം പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് 18 സന്നിധാനം. ഇനി സന്നിധാനത്തെ തിരക്ക് നോക്കാം. ശബരിമലയിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് തിരക്ക് കുറവാണ്. 26,838 പേരാണ് ഇന്ന് വെർച്വൽ ദർശന സംവിധാനം വഴി ക്ഷേത്രത്തിലെത്തിയത്. ബോർഡ് അവലോകന യോഗത്തിന് ശേഷം കെ ജയകുമാറും ശബരിമല സന്നിധാനത്തെത്തി. സജീവ് സി വാര്യർ വിവരങ്ങളുമായി. സജീവ്, ഇനിയിപ്പോൾ ആഴ്ച അവസാനമാണ്, ഇനി വലിയ തിരക്കായിരിക്കും. നാളെയും മറ്റന്നാളും എന്തായാലും അനുഭവപ്പെടുക. അപ്പോൾ ഇന്ന് ഒരു ചെറിയ ഇടവേളയായിരിക്കും. തിരക്ക് കുറവുള്ളൊരു ദിവസമാണോ? ശ്രീജ, ഇന്നലെ രാത്രി നേരിയ തോതിൽ തിരക്ക് കുറഞ്ഞതിന്റെ പ്രതിഫലനമാണ് ഇന്ന് രാവിലെ അനുഭവപ്പെടുന്നത്. എന്നാൽ വീണ്ടും തീർത്ഥാടകർ എത്തിത്തുടങ്ങിയതിന്റെ സൂചനകളാണ് നിലയ്ക്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നിലയ്ക്കലും പമ്പയിലും തിരക്ക് കൂടി തുടങ്ങുന്നു എന്ന് ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. 27,000-ഓളം പേരാണ് ഇന്ന് രാവിലെ 7 മണി വരെ മല ചവിട്ടിയത്. അതേസമയം ഇന്നലെ 95,000 പേർ തീർത്ഥാടകർ എത്തി എന്നാണ് ദേവസ്വത്തിന്റെ കണക്കുകൾ. ഏതായാലും വരും ദിവസങ്ങളിൽ ഇപ്പോൾ ശ്രീജ പറഞ്ഞ പോലെ തന്നെ ആഴ്ച അവസാനമാണ്, അവധി ദിവസങ്ങൾ വരുന്നു. ഇപ്പോൾ ആ സമയത്ത് കൂടുതൽ തിരക്കുണ്ടാവാൻ സാധ്യത ഉണ്ട്. അതിന് തൊട്ടു മുമ്പുള്ള ഒരു ആശ്വാസം എന്ന നിലയിലാണ് ഇന്നലെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വന്നത്. എന്നാൽ നിയന്ത്രിതമായ രീതിയിൽ തന്നെ തീർത്ഥാടകരെ മലയിലേക്ക് കയറ്റിവിടാനുള്ള ഒരു സംവിധാനമാണ് പോലീസും ദേവസ്വം ബോർഡും അടക്കമുള്ള അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ മല കയറ്റുമ്പോൾ സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെടാത്ത രീതിയിൽ സംവിധാനം ഒരുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പമ്പയിൽ നിന്ന് അതുപോലെ നിലയ്ക്കൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിടുമ്പോഴും ഈ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഒപ്പം തന്നെ സന്നിധാനത്തേക്ക് മരക്കൂട്ടത്തും അതുപോലെ ശബരിപീഠത്തിലുമെല്ലാം തന്നെ നിയന്ത്രിതമായ രീതിയിൽ ആളുകളെ കയറ്റിവിടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. തീർത്ഥാടകർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് സുഗമമായ രീതിയിൽ കയറി 18-ാം പടിയിൽ കയറി ദർശനം നടത്താനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. ഇപ്പോൾ ഉഷപൂജയുടെ സമയമാണ്. തീർത്ഥാടകർ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇന്ന് രാവിലെ വീണ്ടും തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നു എന്ന സൂചന ഇപ്പോൾ ലഭിക്കുന്നുണ്ട്.
അതേസമയം ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ ഇന്നലെ സന്നിധാനത്ത് എത്തിയിരുന്നു. എരുമേലിയിലെ അവലോകന യോഗത്തിന് ശേഷമാണ് അദ്ദേഹം എത്തിയത്. ഇന്ന് അദ്ദേഹം ഇവിടെ തുടരുന്നുണ്ട്. ഉച്ചയ്ക്ക് മുമ്പായിട്ട് അദ്ദേഹം മലയിറങ്ങുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതായത് അന്നദാനത്തിൽ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കേരള സദ്യ അടക്കമുള്ള രീതിയിലായിരിക്കും അന്നദാനം എന്ന് വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം. അതിനുള്ള ആലോചന യോഗങ്ങളും ഒപ്പം അത് ഉടനെ നടപ്പാക്കുന്ന കാര്യത്തിലും ആണ് പ്രാധാന്യമെന്ന് ഇന്നലെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഏതായാലും സുഗമമായ രീതിയിലുള്ള ദർശനം സാധ്യമാക്കുന്ന പ്രവർത്തനങ്ങളിലാണ് അധികൃതർ. ശരി.